വാർത്തയിലേക്ക് വിശദമായി. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ ഗവർണർക്ക് നേരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷം. നന്ദി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച ഇ ചന്ദ്രശേഖരൻ ഗവർണർ പദവി തന്നെ വേണ്ടെന്ന സിപിഐ നിലപാട് സഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമാണ് നന്ദി പ്രമേയ ചർച്ച നടന്നത്. നിലയില്ലാതെ പോയി നിലമേലെത്തി നിലത്തിരുന്ന് സമരം നടത്തുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. സർ, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഗവർണർ പദവി പഴയ കൊളോണിയൽ വ്യവസ്ഥയുടെ ബാക്കിപത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർ പദവി തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സർ രേഖപ്പെടുത്താറുള്ളത്. ഇത്തരം ഗവർണർമാർ വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നുചെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നയം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ രാജ്യവ്യാപകമായി തയ്യാറാവുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ വരുത്തി ഗവർണർ പദവി തന്നെ ഒഴിവാക്കേണ്ടതാണ് എന്ന കാര്യം ഈ സന്ദർഭം ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെ ഗവർണർ ആ നന്ദി പ്രമേയത്തോട് കാണിച്ചിട്ടുള്ള സമീപനം അത്യന്തം പ്രതിഷേധാർഹമാണ്. പ്രതിപക്ഷം ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടും നന്ദി പ്രമേയത്തെ അവഹേളിച്ചിട്ടുള്ള നയപ്രഖ്യാപനത്തെ അവഹേളിച്ചിട്ടുള്ള ഗവർണറോടുമാണ്. ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷവും ഗവർണർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന രീതികൾ ഒട്ടും പക്വതയില്ലാത്തതാണ്. VV അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, അതിരൂക്ഷമായ വിമർശനമാണ് ഗവർണറുടെ നടപടിക്കെതിരെ സഭയ്ക്കുള്ളിൽ ഉയരുന്നത്. ഗവർണർ പദവി തന്നെ ആവശ്യമില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നന്ദി പ്രമേയം അവതരിപ്പിച്ചത് ഇ ചന്ദ്രശേഖരനാണ്. നന്ദി പ്രമേയം അവതരിപ്പിച്ച ശതീന്ദ്രനാഥ് പ്രസംഗത്തിലാണ് ഗവർണറെ ആദ്യമായി കുറ്റപ്പെടുത്തിയത്. സർക്കാരിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് സാധാരണഗതിയിൽ ഗവർണർക്ക് നന്ദി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പൂർണ്ണമായും ഗവർണറെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത്. നിലയില്ലാതെ പോയി നിലമേലിൽ നിലത്തിരുന്ന് സമരം നടത്തിയത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരിഹാസം തുടങ്ങിയത്. ഗവർണർ ഭരണഘടനാ ബാധ്യത നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. സർക്കാർ നേട്ടങ്ങൾ വായിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെയും ചെയ്തത്. എങ്ങനെ ഇദ്ദേഹത്തിന് നന്ദി പറയുമെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നീട് സംസാരിച്ച CPI നേതാവ് KK ശൈലജയും ശക്തമായ വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിച്ചു. ഗവർണറുടെ പ്രായത്തെ കരുതി അത്തരം കടുത്ത വാക്കുകളിലേക്ക് താൻ പോകുന്നില്ല. പക്ഷേ ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിച്ച രീതിക്കെതിരെ പ്രതിഷേധമുയരണം. നിലമേലിലെ പ്രകടനത്തെ എങ്ങനെ വിശേഷിപ്പിക്കുമെന്ന് KK ശൈലജ ചോദിച്ചു. മറ്റ് MLA മാർ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പോയ ശേഷമാണ് ഈ പ്രമേയം ഇ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ചത്. ഗവർണറെ സാധാരണഗതിയിൽ നന്ദി പറയുന്നതിന് പകരം ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഭരണപക്ഷ അംഗങ്ങൾ ഉയർന്നത്. ഒരുപക്ഷെ സഭാചരിത്രത്തിന് ആദ്യമായിട്ടാകാം ഇത്തരത്തിൽ നന്ദിപ്രമേയ ചർച്ച ഗവർണർക്കെതിരെയുള്ള കുറ്റവിചാരണയ്ക്കുള്ള അവസരമായ ഭരണപക്ഷം മാറ്റുന്നത്. സർക്കാരും ഗവർണറുമായുള്ള പോരിന്റെ തുടർച്ചയായി തന്നെ ഇതിനെ കാണണം. ഗവർണർ സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപനം അവതരിപ്പിക്കാൻ വന്നപ്പോൾ അതൊരു ബാധ്യത ഭരണഘടനാ ഉത്തരവാദിത്വ നിലയിൽ ഉള്ള ഒരു ചടങ്ങ് മാത്രമാക്കി മാറ്റിയതിലാണ് രൂക്ഷ വിമർശനം ഭരണപക്ഷം ഇപ്പോൾ സഭയിൽ ഉയർത്തുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി പ്രമേയ ചർച്ചയിൽ നന്ദിക്ക് പകരം ഗവർണർക്ക് രൂക്ഷ വിമർശനമാണ് എന്ന കാര്യമാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.